എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കോൺഫ്ലവർ വെച്ചുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 350 ml. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ്. 5 മിനിറ്റുള്ളിൽ 6 ഫ്ലേവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകരുത്. കുറുകി വരുമ്പോൾ തീ ഓഫാക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ തീ ഓഫാക്കുക. അതിനുശേഷം തണുപ്പിച്ച് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിക്സാണ്. ഒരു മിക്സിയുടെ ജാറിൽ 2 റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ചെറുപഴം ആയിരുന്നാലും മതി, ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയോട് ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. തണുപ്പുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കുക. ഞാനിവിടെ 6 ഫ്ലേവറിലെ സോഫ്റ്റ് ഡ്രിങ്ക് മിക്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 6 ഗ്ലാസ്സുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കളറാണ് ആവശ്യം അതനുസരിച്ചിട്ട് എടുക്കുക. ഓരോ ഫ്ലേവറും നമ്മുടെ ആവശ്യാനുസരണം ഗ്ലാസ്സുകളിൽ ഒഴിക്കുക. ഒരു 3-4 തുള്ളിയുടെ ആവശ്യമേ ഉള്ളൂ ഓരോ ഫ്ലേവറിനും. അതനുസരിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കഴുകിയിട്ട് സ്പൂൺ കഴുകിയതിന് ശേഷം മാത്രം അടുത്ത മിക്സാക്കുക. ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. അതിനുശേഷം ആവശ്യാനുസരണം ഐസ് ക്യൂബ് ചേർത്ത് സെർവ് ചെയ്യാം. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിക്സ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ വെജിറ്റബിൾ ബീട്രൂട്ടോ ക്യാരറ്റോ വേവിച്ച് ചേർത്ത് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സമ്മർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പു സുമീസ്.